ഇലൺ മസ്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് യഥാർത്ഥ റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതിന് 1 in a billion പോസിബിലിറ്റി ആണുള്ളൂ. മനുഷ്യൻ വളർന്ന് 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 ഒരു ലെവലിലെത്തി. മനുഷ്യ സമൂഹത്തിനുണ്ടാകുന്ന ഒരു മേജർ പ്രോബ്ലമാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സയൻറ്റിസ്റ്റ് ഒരു സംഭവം കണ്ടുപിടിച്ചു. മനുഷ്യനെ ഇപ്പോൾ ഇത്രയും 6 അടി പൊക്കമുള്ള മനുഷ്യനെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഇത്രയും ചെറിയ രീതിയിലേക്ക് മിനി വേർഷൻ ഓഫ് ഹ്യൂമൻസിനെ ആക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ടെക്നോളജി കണ്ടുപിടിച്ചു. ഭൂമി പോലെ തന്നെ ഇരിക്കുന്ന ഒരു വേൾഡ് അവരങ്ങ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഈ ലോകത്ത് നോർമലി ഉള്ള മനുഷ്യന്മാർ ജീവിക്കുന്നത് പോലെ തന്നെ ആ ചെറിയ മിനി വേൾഡിൽ അവരതേപോലെ തന്നെ ജീവിക്കുന്നു. അവർക്കെല്ലാം ഫെസിലിറ്റിയും ഉണ്ട്. ആ മിനിയേച്ചർ വേൾഡിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യലി സൺലൈറ്റ് മുതൽ സ്കൈ മുതൽ എല്ലാം അവർ റെഡിയാക്കി. ഈ ഫ്ലാറ്റ് എർത്ത് തിയറിയുടെ ആൾക്കാർ പറയുന്നത് പോലെ ഒരു ഡോം ഉണ്ടാക്കിയിട്ട് ഈ മിനിയേച്ചർ വേർഷൻ ഓഫ് ഹ്യൂമൻസ് മൊത്തം ജീവിക്കുന്നത് ഒരു ഡോമിൻ്റെ അകത്താണ്. കുറച്ച് ഹ്യൂമൻസിന് മിനിയേച്ചർ വേർഷനിൽ നമ്മൾ വിട്ട് അവരവിടെ ജീവിക്കാൻ പറ്റും. നമ്മൾ ജീവിച്ച സാഹചര്യം, ജീവിച്ച സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളെ ഫാദർ ജീവിച്ച ആ ഒരു സാഹചര്യം, ഫാദർ പറഞ്ഞു തന്നേക്കുന്ന അറിവേ നമുക്കുള്ളൂ. ഗ്രാൻഡ് ഫാദർ എങ്ങനെ ജീവിച്ചതെന്നുള്ളത് ഫാദർ പറഞ്ഞു തന്നേണ്ട അറിവുള്ളൂ. ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നതെന്ന്, ഏതൊരു സാഹചര്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചെടുക്കുന്നത് കുറേ കഥകൾ അവരും ഇവരൊക്കെ പറഞ്ഞു തന്നേക്കുന്ന കുറേ കഥകളും പഴയ കാലം കാണിക്കുന്ന കുറേ സിനിമകളിൽ നിന്നും കിട്ടിയ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സ്റ്റോറീസിൽ നിന്ന് കിട്ടിയേക്കുന്ന ഇമേജുകൾ മാത്രമാണ് നിങ്ങളുടെ ബ്രെയിനിൽ ഇപ്പോൾ ഉണ്ടാവുള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കാർക്കും ഫോണില്ലാത്തൊരു കാലത്തിനെക്കുറിച്ച് ചിലപ്പോൾ അവർക്ക് ചിന്തിക്കാനും ഒന്നും അറിയത്തില്ലായിരിക്കും. ഈ ഒരു ചെറിയ ടൈം സ്കെയിലിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട്. 10 കൊല്ലം കഴിഞ്ഞു, 20 കൊല്ലം കഴിഞ്ഞു, 50 കൊല്ലം കഴിഞ്ഞു, 100 കൊല്ലം കഴിഞ്ഞു, 500 കൊല്ലം കഴിഞ്ഞു, 1000 കൊല്ലം കഴിഞ്ഞു. ആ ഒരു 1000 കൊല്ലം കഴിഞ്ഞിട്ട് ജീവിക്കുന്ന തലമുറയിലുള്ള ആളുകൾക്ക് ഈ ഫസ്റ്റ് സിവിലൈസേഷൻ ഈ ഒരു മിനിയേച്ചർ വേൾഡിലേക്ക് വന്നതെങ്ങനെയാണെന്നുള്ള കഥ അറിയാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അറിയാമായിരിക്കും. അത് ഇവർ പറഞ്ഞു കൊടുത്ത കഥകളായിരിക്കും ഇവർക്കറിയാവുന്നത്. ഈ തലമുറയിൽ ഈ സ്റ്റോറി എത്താതിരിക്കാൻ അവർക്ക് സംസാരിക്കാൻ വേറെ കുറേ കണ്ടൻറ്റുകൾ ഇങ്ങനെ അവരുടെ ലൈഫിൽ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ ആ കണ്ടൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് കുറച്ച് രാഷ്ട്രീയവും കുറച്ച് യുദ്ധത്തിൻ്റെ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോകും. അപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഫോക്കസ്ഡ് ആവില്ല. നമുക്ക് സംസാരിക്കാൻ വേറെ കുറേ വിഷയങ്ങൾ ഇട്ട് തരുന്നതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ സംസാരിച്ച് ഇങ്ങനെ അങ്ങ് പോകും. ഇതേപോലെ ഈ ഒരു വേൾഡിലും കുറച്ച് വിഷയങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തലമുറ 1000 കൊല്ലം എന്ന് പറയുമ്പോഴേക്കും അവർക്ക് പറയാൻ ഇഷ്ടംപോലെ കഥകൾ വേറെ വേറെ സംഭവങ്ങൾ വന്ന് കണ്ടൻറ്റുകൾ വന്ന് അവരതിനെക്കുറിച്ച് സംസാരിച്ച് വന്നു കഴിയുമ്പോൾ ഇനീഷ്യൽ ബിഗിനിങ് നമ്മുടെ ഒരു മിനിയേച്ചർ ആക്കിയിട്ട് ഈ ഒരു ഡോമിലേക്ക് ഇറക്കി വിട്ടേക്കുക എന്നുള്ള കഥ ഈ 1000 കൊല്ലം കഴിഞ്ഞിട്ടുള്ള തലമുറയിലേക്ക് എത്തില്ല. അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദ റിയൽ വേൾഡ് എന്ന് വിചാരിച്ചിരിക്കുമായിരിക്കും. 1000 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആ തലമുറയാണ് ഇപ്പോൾ ജീവിക്കുന്ന നമ്മൾ. വേറെ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത ഒരു വേൾഡിൻ്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനൊരു സ്റ്റിമുലേഷൻ്റെ അകത്താണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഞാനിത് ഡൗൺ സൈസിങ് എന്ന് പറഞ്ഞ് 2017 ഇറങ്ങിയ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ചിന്തയാണ്. ഇതൊന്നും അല്ല ഈ പടത്തിൽ പറയുന്നത്. ആ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു തോട്ടാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തത്. സോ വാട്ട് ഈസ് യുവർ തോട്ട്? നമ്മളൊരു സ്റ്റിമുലേഷനിലാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?